ഹലോ നമസ്കാരം, എല്ലാവർക്കും ട്രിപ്പിൾ സെവൻ ജാക്ക് ജോൺസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. വലിയൊരു വേനലവധിക്കാലത്ത് ഒരു ഡേ മുഴുവനായിട്ട് ഫാമിലിയോടൊത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളത് എത്തിയത്. സ്മിത്ത് ഫോൾ ലോഗ് സ്റ്റേഷനും റിഡ്യൂ കനാലും അതിനോട് അനുബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നുകൂടി അറിയപ്പെടുന്ന റിഡ്യൂ കനാലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 1828 സ്ഥാപിതമായിട്ടുള്ള ഈ ഡാമും പരിസരവും ഒക്കെ കണ്ടുകൊണ്ട്, കൂടാതെ ഒരു പഴയ റെയിൽവേ ബ്രിഡ്ജ് കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പർ സൈഡിൽ പോയിട്ട് അങ്ങനെ വരണം. എങ്ങനെയത് കാനഡയുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു കോർണർ സ്റ്റോൺ എന്ന് തന്നെ പറയാം മേപ്പിൾ ലീഫ്. അതെ, മേപ്പിൾ ലീഫ് നിറഞ്ഞു നിൽക്കുന്ന ട്രീസാണ് ഇതെല്ലാം. കാനഡയുടെ ഫ്ലാഗിലുള്ള മേപ്പിൾ ട്രീ റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂണിറ്റി, നേച്ചർ, ബ്യൂട്ടി ആൻഡ് ദ നാഷണൽ ഹിസ്റ്ററി തന്നെയാണ്. പിന്നെ മേപ്പിൾ ട്രീയുടെ കാര്യം പറയുകയാണെങ്കിൽ ടിമ്പർ ഇൻഡസ്ട്രിയിലും മേപ്പിൾ സിറപ്പിൻ്റെ ഇൻഡസ്ട്രിയിലൊക്കെ മുൻഗണനയിൽ നിൽക്കുന്ന വൃക്ഷമാണ് മേപ്പിൾ ട്രീ. ആർട്ടിക് റീജിയനിലും നോർത്ത് അമേരിക്കയിലും ഉടനീളം കാണപ്പെടുന്ന മൈഗ്രേറ്ററി ബേർഡാണ് ഗൂസ്. ആ പെൺകുട്ടി ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ആരും തൊടില്ല. വെള്ളം തുറന്നിട്ടില്ല അല്ലേ? വെള്ളം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം. അത് വെച്ച് കറക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ അതിന് ലിഫ്റ്റ് ചെയ്യും അടിയിലത്തെ ഒരു മരത്തിന്റെ തടി. അപ്പോഴാണ് വെള്ളം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. രണ്ട് ചെയ്യുന്നില്ല, അതിന് കുറച്ച് ഇവിടെ ഒരു ചെയിൻ ഉണ്ട് കണ്ടല്ലേ. 1988 ഉണ്ടാക്കിയതാണ്. ബ്രിട്ടീഷ് ആൾക്കാരാണ് ഉണ്ടാക്കിയത്. മൈ ഏജ്. ബ്രിട്ടീഷുകാർ തന്നെയാണ് ഈ കനാൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കിങ്സ്റ്റണും മോൺട്രിയാലിനും ഇടയിലൊക്കെയുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് റൂട്ടിന് വേണ്ടിയിട്ടാണ് അന്ന് ഈ ഒരു കനാൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും സെൻറ്റ് ലോറൻസ് റിവറിന് കുറുകെ. കണ്ടത് ഇപ്പോൾ ഉള്ള വെള്ളം വാട്ടർ ലെവൽ ഫുള്ളായിട്ട് ഇരിക്കണല്ലേ. ഫുള്ളെന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഓരോ ലെവൽസ് അല്ലേ. അവിടെ എത്തുമ്പോഴേക്കും താഴ്ന്ന സ്ഥലമായി. ഓരോ ലെവൽസ് വെച്ചല്ലേ. റേഡിയോ റിസർവോയർ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കനാലൊക്കെ കണ്ട് നടന്നെത്തുമ്പോഴേ ഈ അകലെ കാണുന്നതാണ് റെയിൽവേ ബ്രിഡ്ജ്. 1850കളിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഒരു ഭീകരതയൊക്കെ ഉണ്ടല്ലേ. നമുക്കിനി അങ്ങോട്ട് നടന്നു പോകാൻ പറ്റും. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം അല്ലേ. അപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്യാലോ കേട്ടോ. ട്രെയിൻ പോകുമ്പോ താത്തൂലേ. എന്റെ ബാക്കിൽ പോകുന്ന എന്താടാ സ്ഥിതി? പണ്ട് ഇതുവഴി ട്രെയിൻ പോരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ആകാംക്ഷ തോന്നില്ലേ.
ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞങ്ങളും ഇങ്ങോട്ട് നടക്കുന്നത്. പിന്നെ ഓട്ടയാണോ അടിയിൽ? നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജില്ലേ? നമ്മൾ നേരത്തെ കണ്ടില്ല, അവിടെ നിന്ന് കണ്ട വലിയ ബ്രിഡ്ജാണിത് കേട്ടോ. ആ അടയ്ക്കുകയും തുറക്കുകയും കഴിയുന്ന ഒരു വലിയ ബ്രിഡ്ജ്. ഇത് റെയിൽവേ ബ്രിഡ്ജാണ്. ഇതിപ്പോൾ ഫങ്ഷനിങ് അല്ല. ഓ, അതിന് മുകളിൽ കൂടെ നടക്കണം നമുക്ക്. പഴയ മരമാണ്. ജാക്ക് ജോ നോ ഐ നോട്ട് കമ്മിങ്. ഈ ബ്രിഡ്ജ് ഉണ്ടോ? വളരെ ഇത് പഴയ മരൊക്കെയാണ്. ഇത് കണക്ട് ചെയ്യും, എന്നിട്ട് ഇതുവഴി ട്രെയിൻ പോയിരുന്നു എന്നാണ് പറയുന്നത്. പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. മക്കളെ ഇങ്ങോട്ട് പോര്. ഇല്ല 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 വേണ്ട വേണ്ട വേണ്ട. ഹായ്. പക്ഷെ താന്ന് കഴിഞ്ഞാ നമ്മളപ്പോ എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ നമുക്ക് അടുത്ത് കാണുമ്പോഴാട്ടോ ഇതിൻ്റെ ഒരു ഹൈറ്റൊക്കെ ഭയാനകമാണ്. നമ്മൾ അകലിൽ നിന്ന് കാണുന്ന പോലെയല്ല. കൗണ്ടർ വെയിറ്റ് ആണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആ റെയിലിന്റെ ആ ബ്രിഡ്ജിന്റെ അത്രയും പോർഷന്റെ വെയിറ്റിന് ഈക്വലായിരിക്കും ഈ നിൽക്കുന്ന കോൺക്രീറ്റ് വെയിറ്റ്. കറക്കുമ്പോൾ ആ ബ്രിഡ്ജ് താവും. അപ്പൊ ഇത് മുകളിൽ പോകും. അവിടെ നിന്ന് ലോക്ക് പിടിച്ച് ചെയ്യുമ്പോൾ ആ എന്തായാലും ഇതൊരു സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഇവിടുത്തെ കണ്ടേ മരങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ പൂതലിച്ചു തുടങ്ങി. വാച്ച് യുവർ സ്റ്റെപ്പ് എന്ന് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പണ്ട് മുതലേ ഉണ്ടാക്കിയതായതുകൊണ്ട് കെയർഫുൾ ആയിട്ട് നടക്കുക. പ്രത്യേക രീതിയിലുള്ള ഒരു ഓൾഡ് കൺസ്ട്രക്ഷൻ, എന്നാൽ നല്ല ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ, അത് നമുക്ക് കാണാൻ പറ്റി. ഇപ്പം യൂസ് അല്ലെങ്കിലും തുരുമ്പൊക്കെ പിടിച്ചു, പൂതലിച്ചു. മരങ്ങളൊക്കെ എല്ലാം മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ ഒരു വീൽസ് എല്ലാം ഇരുമ്പോണ്ടാണ്. കണ്ടില്ലേ, വലിയ പാറ അല്ലേ, കല്ല് വെച്ചിട്ടാണ് അതിന്റെ കൗണ്ടർ വെയിറ്റ്, കോൺക്രീറ്റ് വെച്ചിട്ടാണ് അതിന്റെ കൗണ്ടർ വെയിറ്റ് ഉണ്ടാക്കിയത്. സോ ഇതൊരു സ്ട്രേഞ്ച് നമ്മൾ തിരിച്ചിറങ്ങാണ് ഇവിടുന്ന്. 2 hours ആയാ? അതെ, ഡിഫൻസിൽ ഇതാ ഇത് വെച്ചാ പഠിച്ചിരുന്നേന്ന്. ഈ ഒരു ഫ്ലൈറ്റ് കാണുന്നത്, ഈ ഒരു ഫ്ലൈറ്റ് ഒറിജിനൽ ഫ്ലൈറ്റ് ആണ്. ഇവിടുത്തെ ഡിഫൻസിൽ ട്രെയിനീസ് ഓടിച്ച് പഠിച്ചിരുന്ന ഒരു ഫ്ലൈറ്റ് ആണ്. ഇതിപ്പോൾ ഇവിടെ പാർക്കിൽ വെച്ചിരിക്കുകയാണ്. എനിക്ക് ലോക്കൊന്നും വേണ്ട, ഇത് ബേബീസിനുള്ളതാ. ബേബിക്കുള്ളാണ്. എന്നെ അത്ര ഉച്ചത്തിൽ ആട്ടണ്ട, കാരണം മൊബൈൽ താഴെ പോകും. ഇതൊരു കമ്പനിയുടെ അത്.
ഡെപ്തിലല്ലേ കാണുന്ന ഹൈറ്റ് ഇല്ല പറയാം. അപ്പൊ ഇതിന്റെ ആഴത്തിലാണ് പുഴ. അപ്പൊ ഇത് മുകളിൽ നിന്നുള്ള വെള്ളത്തിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ഇത് വർക്കിംഗ് ആണ്. ഹൈഡ്രോളിക് ഇപ്പൊ വർക്കിംഗ് ആണ്. ഹൈഡ്രോളിക് ആ ബോട്ടുകൾക്ക് കടന്നു പോകാനുള്ള ആ ഭാഗത്ത് ഇവിടെ ബോട്ട് പോകുമ്പോ കൂടെ വരുന്ന സാധനം ലൈറ്റ്സ് അപ്പൊ അവിടെ ചാർജ് ചെയ്യുന്ന സ്ഥലമുണ്ട്. പെട്ടെന്നാണല്ലോ. ഇതൊരു മോണുമെന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. അന്ന് ഈ ഒരു ഡാമിന് വേണ്ടി പ്രവർത്തിച്ചവരും അതിലെ വർക്കിൽ ഇടയിൽപ്പെട്ട് മരിച്ചവരും ജീവൻ ബലികഴിച്ചവരാണ്. അതിനുള്ളൊരു മോണുമെന്റ് ആണിത്. ഇനി കുറച്ച് ഫാമിലി ടൈമാണ് കേട്ടോ. രാവിലെ മുതൽ ഇവിടെയൊക്കെ നടക്കാൻ തുടങ്ങിയതാണ്. കാലാവസ്ഥയും കുഴപ്പമില്ല. നമ്മൾ ഈ ഡാമിൻ്റെ പരിസരത്തിരുന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫോൺ അടിച്ച് പൊട്ടിക്കല്ലേ അമ്മ. Ready, 1, 2. അയ്യോ അയ്യോ. ആ 3, 2, 1. മമ്മി കട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി. അയ്യോ പപ്പ. അയ്യോ നോ. സ്റ്റാർട്ട്. Papa's taking the lead, bro. Mummy lead. Jammo. Yeah. 3, 2, 1, start. ഓക്കെ ഓക്കെ അടി ജാക്കിന്റെ തിന്നിട്ട അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് 777 ജാക്ക് ജോൺസ്. ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ഇനി നമ്മൾ മ്യൂസിക് ബാൻഡിൻ്റെ പെർഫോമൻസ് കാണാൻ പോവാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ നൈറ്റ് സ്റ്റേ എങ്ങനെയുണ്ടായിരുന്നുള്ള എക്സ്പീരിയൻസ് കൂടി പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്യാമ്പിങ് കഴിഞ്ഞിട്ടോ. ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ സ്മിത്ത് ഫോൾസിൽ വന്ന് ഇവിടെ നടന്ന് രാത്രി മൊത്തം ബാൻഡ്, അവിടെ മ്യൂസിക് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണേ. അപ്പോൾ പുലർച്ചെ ആവാറായി ഏകദേശം. ഇവിടെ അധികം ദൂരമില്ല, 1.5 മണിക്കൂർ, കിലോമീറ്റർ അല്ല 1.5 മണിക്കൂർ അത്രയാണ് യാത്ര. ഇവിടെ രാത്രി മൊത്തം ആ ഭീകരത കണ്ടില്ലേ, അതിപ്പോഴും ഉണ്ട്. അവിടുത്തെ ആ റെയിൽവേ ബ്രിഡ്ജില്ലേ, നമ്മൾ ഉപയോഗിക്കാത്ത റെയിൽവേ ബ്രിഡ്ജ്, അത് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരു ഭീകരതയൊക്കെ തോന്നും. ഇവിടെ ഒരൊറ്റ മനുഷ്യനില്ല കേട്ടോ. ഏകദേശം രാത്രി ഒരു 10 മണിയോട് കൂടി തന്നെ ഇവിടെ മൊത്തം കാലിയായി. ഇവിടെ ഒരു സെക്യൂരിറ്റി പോസ്റ്റ് ഉണ്ട്, വാഷ്റൂമൊക്കെ ഉള്ളത്, അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ യാത്ര. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.